ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കർ ഷവർമ ഉണ്ടാക്കിയ കഥയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്. നമ്മളിത് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നായിരുന്നു. ആ മിസ്റ്റേക്സ് ഒന്നും ഒഴിവാക്കാതാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഇനി ഒരാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു. എന്നാലും അവസാനം നമുക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും പറ്റാതെ സക്സസ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോയിലോട്ട് പോകാം നമുക്ക്. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാതെ നമ്മൾ മാംസം മാത്രം ഇങ്ങനെ ചെത്തിയെടുത്ത ചിക്കനാണിത്. അങ്ങനെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 കോഴിയെങ്കിലും മേടിക്കണം. 1/2 കിലോയോളമെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഒരു 2 കോഴി മേടിച്ചാലേ നമുക്കിതുപോലെ എല്ലില്ലാതെ മാംസം ചെത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്തു. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. സാധാരണ ഷവർമയുടെ ചിക്കനിൽ അങ്ങനെ ഗരം മസാലയുടെ ഒന്നും ഒരു ഫ്ലേവർ ഉണ്ടാവത്തില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഷവർമയ്ക്ക് വേണ്ട കുബ്ബൂസിനുള്ള മാവും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു ഫുൾ ടീസ്പൂൺ എടുത്തിട്ടുള്ള ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കുബ്ബൂസിന് ഭയങ്കര ഒരു ഈസ്റ്റിൻ്റെ മണം ഉണ്ടാകും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 2 കപ്പ് മാവിനാണ് ഞാൻ കാണിക്കുന്നത്. 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടാണ് നമ്മൾ കുബ്ബൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാണ് 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തത്. ഇതിപ്പോൾ 2 കപ്പ് മൈദാമാവുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ്. ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നാലേ ഒന്ന് പുളിച്ച് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ആ പൊങ്ങി വന്ന ഈസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് തണുത്ത വെള്ളമല്ല ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളം, ഭയങ്കര ചൂടുവെള്ളമല്ല, ചെറിയ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കൂടിപ്പോവാതെ കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുഴച്ചിട്ട് ഇനി നമുക്ക് ആ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കുബ്ബൂസ് സോഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഒരുവിധം ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ മാവ് അടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാത്രം ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ മാവിൻ്റെ പുറത്തും എണ്ണ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നനച്ച ഒരു തുണി അതിൻ്റെ പുറത്തുകൂടി കവർ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ തുണിയൊന്നും കവർ ചെയ്തിടുന്നില്ല. ഇതിങ്ങനെ തന്നെ എണ്ണ പുരട്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുകയാണ്. ഇതൊരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് പൊന്തി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഷവർമയുടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഷവർമ നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ഓവനിലല്ല, നമ്മുടെ കുക്കറിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് കണക്ക് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൻ്റെ അടിയിലോട്ട് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ കുക്കർ വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ പക്ഷേ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് കേക്ക് ഉണ്ടാക്കിയ അതിൻ്റെ ആ ഉപ്പ് എടുത്ത് വെച്ചിരുന്നിട്ട് സെയിം ഉപ്പ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പാത്രം വെക്കുന്നത്, നമ്മൾ ആ ചിക്കൻ വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വല്ലതും വീണ് കഴിഞ്ഞാൽ അത് ഉപ്പിലോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വാഷറോട് കൂടി തന്നെയാണ് അടയ്ക്കുന്നത്. അതിൻ്റെ വാഷർ മാറ്റാതെ വാഷറോട് കൂടി തന്നെയാണ് അടയ്ക്കുന്നത്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല ചൂടിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അത് ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ അവിടെ റെഡിയാക്കി ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സവാളയിൽ ഒരു കമ്പ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ചിക്കൻ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സവാളയിൽ വെച്ചിട്ട് കമ്പ് നടുക്കോട്ടൊന്ന് കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ടിയുള്ള ഒരു പേരക്കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തുമ്പൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കുത്തി ഇറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സവാളയുടെ നടുക്കോട്ട് കമ്പ് കുത്തി ഇറക്കിയിട്ട് ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഓരോ ലെയേഴ്സായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷാർപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് തുളച്ചിടാൻ പറ്റും. അങ്ങനെ ചിക്കൻ എല്ലാം നമുക്ക് ഇതിലേക്ക് ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കമ്പിൻ്റെ നീളം നമ്മൾ നേരത്തെ കുക്കറിൻ്റെ അളവ് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. കുക്കറിൻ്റെ ഒരു വലുപ്പത്തിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. അങ്ങനെ ചിക്കൻ എല്ലാം നമ്മൾ ലെയർ ചെയ്തു. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ ഫ്ലേവറും കൂടി നമ്മുടെ ചിക്കനിലോട്ട് ഇറങ്ങും. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല,
പിന്നെ കുറച്ചും കൂടി ഒരു പുളിരസം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന കുക്കറിലോട്ട് വെക്കാൻ പോവാണ് ഇനി. അപ്പോൾ വെച്ചപ്പോഴാണ് പണി കിട്ടിയത്. നമ്മുടെ ഉള്ളിയുടെ ഉള്ളിൽ വെച്ചപ്പോൾ ഉള്ളിയുടെ വലുപ്പവും കൂടി വന്നപ്പോൾ നമ്മുടെ കുക്കർ അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് അതിൽ നിന്ന് എടുത്തിട്ട് സവാളയുടെ വലുപ്പം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇനി ഒന്നും കൂടി ലെയർ ചെയ്തെടുക്കണം. ഒന്നും കൂടി ലെയർ ചെയ്തെടുത്തിട്ട് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടിരിക്കും തോന്നുന്നു. അത് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാനുള്ള വലുപ്പമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ലെയർ ചെയ്ത് കൊടുത്തിട്ട് വെക്കാം. അപ്പോൾ അടപ്പ് നന്നായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ സവാള പകുതിക്ക് കട്ട് ചെയ്തപ്പോൾ. സവാള വെച്ചത് നമുക്ക് ഇത് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ സവാള അതിൻ്റെ കൂടെ ബേക്കായി കിട്ടുമ്പോൾ നമുക്ക് അതും കൂടി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് സവാള വെച്ചത്. അപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 30 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ സാധാരണ 30 മിനിറ്റിലിട്ടിട്ട് വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതും ഒരു 30 മിനിറ്റ് ചെയ്യാമെന്ന് വെച്ചാണ് ചെയ്തത്. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ആ ചിക്കൻ്റെ വെള്ളം എല്ലാം ഊറി ഇറങ്ങിയിട്ട് പാത്രത്തിൽ ഫുള്ള് ചിക്കൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഷവർമ പോലെ മുരിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പാത്രം എടുത്തിട്ട് വീണ്ടും ആ വെള്ളം റിമൂവ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ വെച്ചിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലൊരു 30 മിനിറ്റ് വെച്ചു. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ വീണ്ടും ഇതാണ് അവസ്ഥ. പാത്രം കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷവർമയുടെ സ്റ്റാൻഡ് മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ട് ആ ഒരു കമ്പിന് അതിന് പിടിച്ച് നിൽക്കാൻ പറ്റാതെ കമ്പ് മറിഞ്ഞ് വീണതാണ്. നമ്മുടെ ചിക്കൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ചിക്കൻ്റെ വെള്ളം കുറച്ചും കൂടി ഇറങ്ങിയിട്ട് ആ പാത്രം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ചിക്കൻ്റെ ഫ്ലേവറിനും ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ചിക്കൻ ഇരുന്നത്. സംഭവം അത് മറിഞ്ഞ് വീഴാൻ കാര്യം നമ്മൾ സവാള വെച്ച് കൊടുത്തത് വെന്തപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് വീണ് പോയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങോ മറ്റോ ആണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്തായാലും ചിക്കൻ ഓക്കെ ആണ്. ഇനി നമുക്കിത് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളതൊരു ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തോട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ കടകളിൽ കാണുന്ന കണക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. പക്ഷേ ഇത് അരിയുമ്പം ചിക്കൻ ഇങ്ങനെ പൊടിഞ്ഞ് വീഴുകയാണ്. അത്രയ്ക്കും സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അരിയാനുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല. അതിന് മുന്നേ പൊടിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഷവർമയിലൊക്കെ കാണുന്ന കണക്ക് ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ ആ നാരങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവറും ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കന്. അപ്പോൾ ഈ ചിക്കനെല്ലാം ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ആ സ്റ്റാൻഡിലിരിക്കുന്ന ചിക്കനും കൂടി ഇതുപോലെ എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ശരിക്കും കടയിൽ നിന്ന് നമ്മളൊരു ഷവർമ മേടിച്ച് കഴിക്കുമ്പോൾ എങ്ങനെ കിട്ടുമോ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടാക്കുന്നതിനേക്കാളും ഈ രീതി ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സവാളയും നമുക്ക് കളയേണ്ട, അതും നമുക്ക് ഉപയോഗിക്കാം. ആ ചിക്കൻ്റെ വെള്ളത്തിലിരുന്നിട്ട് നന്നായിട്ട് വെന്ത് നല്ലതുപോലെ ഇതായി വന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നമ്മൾ ചുമ്മാ അതിൻ്റെ സൈഡിൽ 2-3 വെച്ചാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. പക്ഷേ കുത്തി നിർത്തുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിലെങ്ങാനും കുത്തി നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സവാളയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേവുമ്പോൾ അത് ചരിഞ്ഞ് വീണ് പോകും. അപ്പോൾ ഇനി നമുക്ക് ഷവർമയ്ക്കുള്ള ബാക്കി സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യണം. ഇതുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മൾ കടയിൽ നിന്ന് ഷവർമ മേടിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാകുന്നത് എത്ര ആലോചിച്ചിട്ട് ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്തൊക്കെ ഉണ്ടാകുമെന്ന്. പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി അതിലേക്ക് ഇടുന്നുണ്ട്. ഒരു കപ്പല്ല, 1 കപ്പ് സവാള, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ കുക്കുംബർ അതും ഒരു 1/4 കപ്പ് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മയണൈസ് വേണം. അപ്പോൾ ഞാനൊരു 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. 3 മുട്ടയുടെ മയണൈസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആകുമെന്ന് കരുതിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത് കറക്റ്റ് അല്ല. കാരണം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മയണൈസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കുബൂസിൽ നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 മുട്ടയും കൂടി അധികം എടുത്താലേ നമുക്ക് തികയുള്ളൂ. ഈ 3 മുട്ടയുടെ മയണൈസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ മസാലയ്ക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്കൊരു 3-4 ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് വേണം. അത് പുളി അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം.
പിന്നെ ആദ്യം ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് അടിച്ചതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നെ നമുക്ക് ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1/4 കപ്പ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം, ബാക്കി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഫോമിൽ കിട്ടിയിട്ടില്ല, വെള്ളമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്, എന്നാലും നല്ല കട്ടിയായിട്ടില്ല. കുറച്ചും കൂടി തിക്കായി കിട്ടിയാലേ കറക്റ്റ് മയണൈസിൻ്റെ ഫോമിലാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയപ്പം കുറച്ചൊരു പുളി കുറവുണ്ട്. കുറച്ചും കൂടി പുളി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ബാക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു, നാരങ്ങയുടെ പുളി മാത്രം ഇച്ചിരി കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലും തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് അടിച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഞാനതൊന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ മസാലയ്ക്ക് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റിസർവ് ചെയ്ത് മാറ്റി വെക്കുന്നത് നമ്മുടെ കുബൂസിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുബൂസിൽ സ്പ്രെഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിടാൻ ഞാൻ മറന്നായിരുന്നു, നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുബൂസിൻ്റെ മാവും നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇനിയൊന്നും ഭയങ്കരമായിട്ട് കുഴക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ആ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടായിരുന്നു അടച്ച് വെച്ചത്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 കപ്പ് മാവാണ് ഞാനിപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു 9 കുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 8 കുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് കറക്റ്റായിട്ടുള്ള മസാലയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 9 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഓരോ പീസും എടുത്തിട്ട് നമ്മൾ പൊറോട്ടയുടെ മാവ് ഷേപ്പ് ചെയ്തെടുക്കുന്ന കണക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തള്ളി ഷേപ്പ് ചെയ്തെടുക്കണം, ഒന്ന് റൗണ്ടാക്കി എടുക്കണം. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മാവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ബോളാക്കി എടുക്കാം. ഷേപ്പ് ചെയ്ത് മാറ്റി നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാവൊന്ന് പൊന്തി വരും. അപ്പോൾ ഞാനിതെല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ആ മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരും, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും നമ്മുടെ കുബൂസ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് പരത്തിയെടുക്കാം. ഇപ്പോൾ കുറച്ച് പൊടിമാവ് ഇട്ടിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്താം. ജസ്റ്റ് ഒന്ന് പൊടിമാവ് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റൂളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാൻ എത്ര പരത്തി കഴിഞ്ഞാലും അത് ശരിക്ക് റൗണ്ടിന് കിട്ടാറില്ല, വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ട് ഇത്രയൊക്കെ തന്നെ റൗണ്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. ആ തിക്നെസ്സിൽ പരത്തിയാലേ നമുക്കത് കുക്കായി കിട്ടുമ്പോൾ കറക്റ്റ് കുബൂസിൻ്റെ ആ ഒരു തിക്നെസ്സിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി അപ്പം തന്നെ ചുടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പരത്തി അപ്പോഴേ ചുട്ടെടുത്താൽ മതി. അതല്ല ഒരുമിച്ച് പരത്തിയിട്ടാണ് ചുടുന്നതെന്നുണ്ടെങ്കിൽ ഓരോന്നും പരത്തിയ ശേഷം നമ്മൾ ആ തുണിയുടെ അടിയിലോട്ട് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വീണ്ടും ഇരുന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് ഇനി ചുട്ടെടുക്കാം. അപ്പോൾ ചുടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുബൂസ് ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ആദ്യം നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിറം മാറാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ആ മറു സൈഡിൽ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങും. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മറിച്ചിടാൻ താമസിച്ച് കഴിഞ്ഞാൽ മറുഭാഗം ഹാർഡായിട്ട് പിന്നെ നമുക്കിവിടെ നല്ലതുപോലെ പപ്പടം പോലെ പൊള്ളി വരത്തില്ല. അപ്പോൾ നല്ലപോലെ പൊന്തി വരണം എന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഹാർഡായി പോകരുത്. അപ്പം നമ്മൾ മറിച്ചിട്ട് ചെറിയ ബബിൾസ് വരുമ്പോഴേ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ കുബൂസ് പൊന്തി വരും. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുബൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കുബൂസും കൂടി നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ കുബൂസ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മയണൈസ് ഞാൻ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ നല്ല മയണൈസ് ഇട്ടിട്ടാണ് നമ്മുടെ മിക്സ് ഉണ്ടാക്കിയതെങ്കിൽ ഇതിലേക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഇതാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വീട്ടിൽ ആവശ്യത്തിനായതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തൊന്നും എടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ഷവർമയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.